ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൈകുന്നേരങ്ങളിലെ ചായ കൂടി ഒന്ന് ഉഷാറാക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിനായിട്ട് നമുക്കിവിടെ ആദ്യം വേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ്. ഇത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി കശുവണ്ടിയുടെ കളറൊന്ന് ചേഞ്ചായി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പറഞ്ഞ പോലെ കശുവണ്ടിയുടെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുന്തിരി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ശേഷം വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത ഉണക്കമുന്തിരിയും കശുവണ്ടിയും എല്ലാം ഒരുപോലെ മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച നേന്ത്രപ്പഴമാണ്. അത് ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം. അങ്ങനെ ഈ പറഞ്ഞ 2 മിനിറ്റ് നമ്മൾ ഈ ഒരു പഴമൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഇവിടെ നമ്മൾ 200 ml കപ്പിൽ 1/4 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ചേർത്ത് കൊടുത്ത തേങ്ങയൊന്ന് മൂത്ത് ചുവന്ന് വരുന്നത് വരെയും തീ ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ തേങ്ങയും ഒന്ന് മൂത്ത് ചുവന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റിയിട്ട് ഒരു 100 ഗ്രാം ശർക്കര 50 ml വെള്ളത്തിൽ പാനി കാച്ചി അരിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കിണ്ണത്തപ്പത്തിന് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ 200 ml കപ്പിൽ 1.5 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് എടുക്കുകയാണ്. ഇതിന് പകരമായി മൈദാമാവ്, അരിമാവ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിലേക്കായി 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അവസാനമായി ശർക്കരപ്പാനി കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മാവ് കിണ്ണത്തപ്പത്തിൻ്റെ കറക്റ്റ് പാകത്തിന് കലക്കിയെടുക്കാനായി ഇവിടെ ഈ എടുത്തിട്ടുള്ള ശർക്കരപ്പാനി പോരാതെ വരും. അതുകൊണ്ട് തന്നെ ഈ ശർക്കരപ്പാനി തീർന്നു കഴിഞ്ഞാലും ഒരല്പം വെള്ളവും കൂടി ചേർത്ത് വേണം നമുക്ക് ഈ മാവ് കറക്റ്റ് പാകത്തിന് കലക്കിയെടുക്കാൻ. കാരണം ശർക്കരപ്പാനി എപ്പോഴും മധുരത്തിനനുസരിച്ചല്ലേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ മാവിൻ്റെ അളവിനൊത്ത് ശർക്കരപ്പാനി എടുത്തു കഴിഞ്ഞാൽ മധുരം ഹൈ ആയി പോവും. അതുകൊണ്ട് തന്നെ ആ ഒരു ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് വേണം നമുക്ക് ഈ മാവ് കറക്റ്റ് പാകത്തിന് കലക്കിയെടുക്കാൻ. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 150 ml വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ഈ മാവ് കറക്റ്റ് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ വഴറ്റി അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു നേന്ത്രപ്പഴവും തേങ്ങയും ഒക്കെ അടങ്ങിയ ആ ഒരു മിക്സ്ചറാണ്. അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററിൻ്റെ കട്ടി കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കറക്റ്റ് പരുവത്തിന് കലക്കി എടുക്കുക. അങ്ങനെ ഇത്രയും ഒന്നായി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാം. അതിനായിട്ടൊരു സ്റ്റീൽ പാത്രം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം വേണം ഈ ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ. ഇവിടെ ഈ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിൽ കൊള്ളുന്നത്ര വലുപ്പത്തിലുള്ള ഒരു ചെറിയ സ്റ്റീൽ പാത്രമാണ്. ഇതിന് പകരമായി കുറച്ചുകൂടി വലിയ സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഈ മാവ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും സ്റ്റീമർ വെച്ചിട്ട് അതിന് മേലെയായി ഈ മാവടങ്ങിയ പാത്രം വെച്ച് കൊടുക്കുക. ശേഷം ഇഡ്ഡലി കുട്ടകം അടപ്പ് ഉപയോഗിച്ച് അടച്ച് കുറഞ്ഞതൊരു 10 മിനിറ്റ് തീ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ കിണ്ണത്തപ്പം വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നത് വരെ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ഒരു വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡിയായി. തയ്യാറാക്കി എടുക്കാൻ എളുപ്പമാണെന്നുള്ളത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.